തെരുവുനായ്ക്കളുടെ ആക്രമണം മൂലം ദിനം പ്രതി നമ്മുടെ നാട്ടിൽ പേവിഷബാധയേറ്റ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളും മുതിർന്നവരും അല്ലെങ്കിൽ കിരാതമായി മരണപ്പെടുമ്പോൾ, ദാരുണമായി മരണപ്പെടുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവർ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരവാദിത്തം, സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ത്രിതല പഞ്ചായത്തുകൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ സർക്കാർ അനുവദിക്കുന്ന കോടികൾ എന്ന് പറഞ്ഞാൽ പേവിഷബാധ അല്ലെങ്കിൽ നിർമ്മാർജ്ജനത്തിനുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പിനും അതുപോലെ വന്ധ്യീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി അനുവദിക്കുന്ന കോടികൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കട്ടുമുടിക്കുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ തെരുവുനായ നിർമ്മാർജ്ജനത്തിനുള്ള നടപടിയും ഇവിടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല, ത്രിതല പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ സർക്കാർ ഇടപെടണം. എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ നമുക്കറിയാം വിവിധ സമരങ്ങളുടെ പേരിൽ പൊതുമുതലിൽ തല്ലി തകർക്കുന്ന അല്ലെങ്കിൽ പോലീസുകാരെ ആക്രമിക്കുന്ന യുവജന സംഘടനകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു ദിവസം മെനക്കെട്ടാൽ ഇവിടുത്തെ തെരുവ് നായ നിർമ്മാർജ്ജനം സാധ്യമാകുന്നതുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യാൻ ഇവിടുത്തെ യുവാക്കൾ രംഗത്ത് വരണമെന്നും അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് എനിക്ക് നമ്മുടെ നാട്ടില് ഈ തെരുവുനായ്ക്കളെ ഇത്തരത്തിൽ നമ്മുടെ റോഡിലേക്ക് അഴിച്ചുവിടാൻ എല്ലാ പ്രോത്സാഹനവും ഗവൺമെന്റ് നൽകുന്നത് ഇവിടുത്തെ പ്രതിരോധ വാക്സിൻ കമ്പനികൾക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ കൊടിയ അഴിമതിയുണ്ട്. ഈ അഴിമതിക്കെതിരെ ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കണം, സംഘടിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി.